ആണല്ലോ. ഗുഡ് ഈവനിംഗ് അപർണ കാർത്തിക. കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടോ WCC? ഈ അന്വേഷണം രജിസ്റ്റർ ചെയ്ത കേസുകൾ അവയുടെ ഭാവിയിൽ WCCയുടെ ഒരു സഹകരണവും അവരുടെ ഒരു ഇനിഷ്യേറ്റീവും ഒക്കെ പ്രധാനമാണല്ലോ. എന്താണ് WCCയുടെ ഇപ്പോഴത്തെ നിലപാട് അപർണ? സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് രണ്ടാമതും വാർത്തയായി വരുന്നത് പാർവതി തിരുവോത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ്. മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ എന്തായി, വലിയ ധൃതിയൊന്നും വേണ്ടല്ലോ, 5.5 വർഷമല്ലേ ആയിട്ടുള്ളൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അതിലൊരു പരിഹാസമുണ്ട്. എന്തായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ എന്ന് തന്നെയാണ് പാർവതി ചോദിച്ചത്. അതിന് കൃത്യമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് വിധു വിൻസെന്റ് മറുപടി നൽകിയിട്ടുള്ളത്. വിധു വിൻസെന്റ് പറയുന്ന മറുപടിയിൽ അല്പം വസ്തുതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ നടികൾ ആരും തന്നെ പരാതിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിട്ടില്ല. ആകെ 35 പരാതികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 14 എണ്ണം ഒഴികെയുള്ളവ ഇതിനോടകം തന്നെ തീർപ്പാക്കുകയാണ്, അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടിമാരോ അതുമായി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകരോ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ സ്ത്രീകൾ പരാതി നൽകിക്കഴിഞ്ഞാൽ കേസിന്റെ തുടർ നടപടികളിൽ അവർ പൂർണ്ണമായും സഹകരിക്കണം, അല്ലെങ്കിൽ അവർ ആ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എന്ന് ഏതെങ്കിലും ബന്ധപ്പെട്ട ഒഫീഷ്യൽസിനെ അറിയിക്കുകയോ വേണം. പക്ഷേ ഈ കാര്യത്തിൽ അതൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നത് കൂടി അറിയണമല്ലോ.